നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഫാസിസം ശീലിക്കുകയും അതൊരു അടിമത്തമായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ ചെയ്യുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കും മറ്റു ജില്ലാ കേന്ദ്രങ്ങളിലേക്കും അധ്യാപകർ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച നടപടിക്കെതിരെ കേരള കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാല തിരിതെളിക്കൽ നടത്തി. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. BJP കുമാരമംഗലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഏഴല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് PP സാനു ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU ബ്രാഞ്ച് സമ്മേളനം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VT മധു യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഫാസിസം ശീലിക്കുകയും അതൊരു അടിമത്തമായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ ചെയ്യുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വ സംഗമം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഫാസിസം ശീലിക്കുകയും അതൊരു അടിമത്തമായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുകയാണ് സംഘപരിവാർ ശക്തികളെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന അവകാശങ്ങൾ പോലും ഉത്തരേന്ത്യയിൽ ഹനിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി മണിപ്പൂരിലും ജബൽപൂരിലും ഇപ്പോൾ ഛത്തീസ്ഗഡിലും തിരുവസ്ത്രമണിഞ്ഞ് നടക്കുവാനോ ക്രിസ്തീയ വിശ്വാസം സംരക്ഷിക്കുവാനോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനോ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ ക്രൈസ്തവരുടെ വക്താക്കളാകുവാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ നാടകം സമൂഹം തിരിച്ചറിയണമെന്നും കേരളത്തിൽ സംഘപരിവാറിനെ CPM പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃസംഗമം സത്യസേവാ സംഘർഷ് തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ നിർബന്ധമായി പിരിവ് നടത്തി 770 കോടി രൂപ സമാഹരിച്ച് കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ഇന്നത്തെ ദിവസം വരെ ഒരു വീടെങ്കിലും നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്, ഒരു മാതൃകാ വീട്. ആ മാതൃകാ വീടിന് സാധാരണ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഒരു സാധനം വരും, റിയൽ മറ്റേ നമ്മുടെ വിവാദ റിയൽ അല്ലേ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു, KPCC സെക്രട്ടറി MN ഗോപി, മുൻ DCC പ്രസിഡന്റ് റോയ് K പൗലോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി, OJ ജനീഷ്, PS അനുതാജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മാത്യു K ജോൺ, റിനോ P രാജൻ, സംസ്ഥാന സെക്രട്ടറിമാരായ ജോബിൻ മാത്യു, ജോമോൻ PJ, സോയിമോൻ സണ്ണി, അരുൺ പൂച്ചക്കുഴി, ഷിൻസ് എലിയാസ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ടോണി തോമസ്, ബിബിൻ ഈട്ടിക്കൽ, അൻഷൽ ആന്റണി, ഷാരി ബിനിശങ്കർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും അധ്യാപകർ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിൽ KSTA ഭവനിൽ നിന്ന് ആരംഭിക്കുന്ന ജില്ലാ മാർച്ച് മുനിസിപ്പൽ മൈതാനിയിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന ധർണ ജില്ലാ വികസന സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം ഉപേക്ഷിക്കുക, PFRDA നിയമം പിൻവലിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങളെ പിന്തുണയ്ക്കുക, കുടിശ്ശികയുള്ള ശമ്പളത്തെയും ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങളും അനുവദിക്കുക, പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുന്ന SSK, ഡയറ്റ് എന്നീ കേന്ദ്രാവിഷ്കൃത സംവിധാനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ 36ഓളം മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് KSTA 13 ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും അധ്യാപകരുടെ മാർച്ചും ധർണയും നടത്തുകയാണ്. ഓഗസ്റ്റ് 2 തൊടുപുഴയിൽ KSTA ഭവനിൽ നിന്ന് ആരംഭിക്കുന്ന അധ്യാപക മാർച്ച് മുനിസിപ്പൽ മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ ധർണ ജില്ലാ വികസന സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KV അനീഷ് ലാൽ, M രമേശ്, സംസ്ഥാന കമ്മിറ്റി അംഗം അപർണ നാരായണൻ, ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് KR ഷാജിയും ട്രഷറർ M തങ്കരാജ് എന്നിവർ സംസാരിക്കും. ക്ഷേമ പ്രവർത്തനങ്ങളും ക്ഷേമ പെൻഷനുകളും
അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളവുമൊന്നും മുടക്കം കൂടാതെ നൽകുന്നതിൽ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ വിലക്കയറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ അധ്യാപകർക്കും ജീവനക്കാർക്കും ലഭിക്കേണ്ട ക്ഷാമബത്തെയും ശമ്പള പരിഷ്കരണവും കൃത്യമായി ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അത് സമയബന്ധിതമായി ലഭിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക, PFRDA നിയമം പിൻവലിക്കുക, എല്ലാവർക്കും പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ഡിമാൻഡുകൾ ഉയർത്തിക്കൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTയുടെ നേതൃത്വത്തിൽ 13 ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും അധ്യാപകരുടെ മാർച്ചും ധർണയും നടക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി നടക്കുന്ന മാർച്ചും ധർണയും KSTA പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് മുനിസിപ്പൽ മൈതാനിയിൽ സമാപിക്കുമ്പോൾ ഇടുക്കി ജില്ലാ വികസന സമിതി ഉപാധ്യക്ഷൻ സഖാവ് CV വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KR ഷാജിമോൻ, സെക്രട്ടറി MR അനിൽകുമാർ, അപർണ നാരായണൻ, പ്രസാദ് P നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച BJP സർക്കാരിന്റെ കിരാത നടപടികൾക്കെതിരെ കേരള കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാല തിരിതെളിക്കൽ നടത്തി. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തെ കാണൂ നിങ്ങൾ, മതേതരത്വം സംരക്ഷിക്കൂ. ആരിത് പറയുന്നറിയാമോ? ജനാധിപത്യം സംരക്ഷിക്കാൻ, ഭരണഘടന സംരക്ഷിക്കാൻ, പ്രതിഷേധത്തിൻ ജാലകളായി കണ്ണുകളും കാതുകളും കന്യാസ്ത്രീകളെ കേസ് കെട്ടിച്ചമച്ച് ജയിലിലാക്കുകയാണ് ചെയ്യുന്നത്. മതപരിവർത്തനം ആ സിസ്റ്റേഴ്സ് കൊണ്ടുവന്ന ആ കുട്ടികൾ കൊള്ളക്കാലമായി ക്രിസ്ത്യാനികളാണ് എന്ന് പറയുമ്പോൾ പിന്നാലെ അവിടെ മതപരിവർത്തനത്തിന് എന്താണ് സത്യവും. അതുപോലെ മനുഷ്യക്കടത്ത്, അത് വ്യക്തമായി അവരുടെ പേരൻസ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മനഃപൂർവ്വമായി ബജരംഗ ദൾ അവിടെ ആൾക്കൂട്ട വിചാരണ നടത്തി അവരുടെ പേരിൽ കേസുണ്ടാക്കുകയാണ്. അത് ഒരു 7 ദിവസമായി കന്യാസ്ത്രീകൾക്ക് അനുകൂലമാണ് ഗവൺമെൻറ് എന്ന് പറയുകയും ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്യുക. ഇന്നിപ്പോൾ നമ്മുടെ MP-മാർ ഇത് കണ്ടപ്പോൾ ഹോം മിനിസ്റ്റർ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ഗവൺമെൻറ് സമീപനമാണ്. ഛത്തീസ്ഗഡ് ഗവൺമെൻറ് സമീപനം എന്താണ്? ഇന്നലെ കോടതിയിൽ ജാമ്യത്തിന്, മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിന് വന്നു, ജാമ്യാപേക്ഷ വന്നു. ആ ജാമ്യാപേക്ഷ വന്നെങ്കിൽ ഏതെങ്കിലും ഒരു കൈത്തെറ്റ് പറ്റിയതാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റിയില്ല. ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് ജാമ്യം കൊടുക്കുന്നതിനെതിരായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ആ കോടതിയുടെ മുമ്പിൽ ഇവിടെ തന്നെ നമുക്കറിയാം, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കോടതിയിൽ വരുന്ന ജാമ്യാപേക്ഷയ്ക്ക് എതിര് നിൽക്കുന്നതിന് വേണ്ടി? അല്ലെങ്കിൽ കോടതി വളത്തിൽ തന്നെ 100 കണക്കായിട്ടുള്ള ബജരംഗ ദളിന്റെ പ്രവർത്തകർ അവിടെ വന്ന് ആക്രോശിക്കുകയും ജഡ്ജിക്കെതിരായിട്ട് ഭീഷണി മുദ്രാവാക്യം മുഴക്കുകയും സിസ്റ്റേഴ്സിനെതിരായി
BJP കുമാരമംഗലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഏഴല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് PP സാനു ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷ്യം കാണും വരെ സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ബിനു KM അധ്യക്ഷത വഹിച്ചു. BJP കുമാരമംഗലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഏഴല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. നിക്ഷേപകരുടെ പണം എത്രയും വേഗം തിരിച്ചു കൊടുക്കുക, ബാങ്കിന്റെ ജീർണാവസ്ഥ പരിഹരിക്കുക, കാർഷിക ലോൺ വിതരണം പുനരാരംഭിക്കുക, കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡി നിരക്കിലുള്ള വളം വിതരണം പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ നടത്തിയത്. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് PP സാനു ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷ്യം കാണും വരെ സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനക്ഷേമം എന്ന് പേര് പറയുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണമാണ് ഈ സഹകരണ മേഖലയിലൂടെ ഓരോ പ്രദേശത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയും ഭരണവും എങ്ങനെ കൊള്ളയ്ക്കുള്ള ജനങ്ങളെ ദ്രോഹിക്കുവാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റാമെന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് പാർട്ടി തീറ്റിപ്പോറ്റി വളർത്തുന്ന തീവ്രവാദികളും മാഫിയകളും. നിരവധിയായ മാഫിയുണ്ട്. പെണ്ണു മാഫിയയും മണ്ണു മാഫിയ, മയക്കുമരുന്ന് മാഫിയ, മത തീവ്രവാദ മാഫിയ, നിരവധിയായ മാഫിയകൾ പാർട്ടിയുടെ തണലിൽ തടിച്ചു കൊഴുക്കുന്നു. പാർട്ടി നേതാക്കന്മാർ കോറിയോടും ലോട്ടയോടും മയക്കുമരുന്നിൻ്റെയും എല്ലാം വിപണനക്കാരും അതിൻ്റെ ഗുണഭോക്താക്കളുമായി സ്വത്ത് സമ്പാദിക്കുന്നു. പാവപ്പെട്ടവർ വഴിയാധാരമാകുന്നു. അനിയന്ത്രിതമായ വിലക്കയറ്റം കൊണ്ട് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഭരണക്കാർ കൊള്ളക്കാരാകുമ്പോൾ അതിൻ്റെ ഒരു കേന്ദ്രമായി മാറുന്നു സഹകരണ ബാങ്കുകൾ. ഈ സഹകരണ ബാങ്ക് കഴിഞ്ഞ നിരവധി വർഷമായി ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കുന്നു. എന്നാൽ കുറേ വർഷങ്ങളായി ഇടതുപക്ഷ മുന്നണിയാണ് ഭരിക്കുന്നത്. യോഗത്തിൽ BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ബിനു KM അധ്യക്ഷത വഹിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് BJP മണ്ഡലം ജില്ലാ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇൻഷുറൻസിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയതിനെതിരെ LIC ബ്രാഞ്ച് ഓഫീസ് പ്രതിഷേധം ആഗസ്റ്റ് 20 നടത്തുമെന്ന് LIC ഏജന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VT മധു യോഗം ഉദ്ഘാടനം ചെയ്തു. PG സലീല അധ്യക്ഷത വഹിച്ചു. ഇൻഷുറൻസിലെ വിദേശ നിക്ഷേപത്തെ എതിർക്കുന്നുവെന്ന മുദ്രാവാക്യമുയർത്തി LICയുടെ ബ്രാഞ്ച് ഓഫീസുകൾക്ക് മുമ്പിൽ ഏജന്റുമാർ ഓഗസ്റ്റ് 20 നടത്തുന്ന പ്രതിഷേധം വിജയിപ്പിക്കുവാൻ LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU തൊടുപുഴ ബ്രാഞ്ച് സമ്മേളനത്തിൽ തീരുമാനിച്ചു. LIC പ്രീമിയത്തിനും പലിശയ്ക്കും ചുമത്തിയ GST പിൻവലിക്കുക, ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ പ്രീമിയം കുറയ്ക്കുക, 85 വയസ്സ് വരെ ഏജന്റുമാരെ ചേർക്കുക, ചേർന്നവരുടെ കവറേജ് തുടരാൻ അനുവദിക്കുക, മാനേജ്മെന്റുമായി 22/10/2024 നടത്തിയ ചർച്ചകളിൽ അംഗീകരിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കുക, LIC AOI സമർപ്പിച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡ് അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇതോടൊപ്പം ഉയർത്തുന്നു. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VT മധു ഉദ്ഘാടനം ചെയ്തു. PG സലീല അധ്യക്ഷത വഹിച്ചു. സോളി മാത്യു അനുശോചന പ്രമേയവും Sanil P കൊച്ചുകുന്നേൽ പ്രവർത്തന റിപ്പോർട്ടും, K സുനിൽകുമാർ വരവ് ചിലവ് കണക്കും, TN രാധാകൃഷ്ണ കൈമൾ പ്രമേയങ്ങളും, CK ലതീഷ് ഭാവി പരിപാടികളും അവതരിപ്പിച്ചു. KO ജോർജ് സ്വാഗതവും മേരി എബ്രഹാം നന്ദിയും രേഖപ്പെടുത്തി. 2024-2025 സാമ്പത്തിക വർഷം മികച്ച ബിസിനസ് കാഴ്ചവെച്ച അംഗങ്ങളെ യോഗത്തിൽ അനുമോദിച്ചു. TN രാധാകൃഷ്ണ കൈമൾ പ്രസിഡന്റ്, സോളി മാത്യു വൈസ് പ്രസിഡന്റ്, K സുനിൽകുമാർ സെക്രട്ടറി, TD അന്ന ജോയിന്റ് സെക്രട്ടറി, PG സലില ട്രഷറർ എന്നിവർ ഭാരവാഹികളായ 21 അംഗ ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം പഞ്ചായത്തിലെ കൽക്കൂന്തൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശോചനീയാവസ്ഥയിലായിട്ട് നാളുകൾ ഏറെയായെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. മാലിന്യം അടിഞ്ഞുകൂടി വൃത്തിഹീനമായ സാഹചര്യത്തിലും അപകടാവസ്ഥയിലുമാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ഇവിടെ ഭയന്ന് കുറച്ചാണ് ബസ് കാത്ത് നിൽക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഏത് സമയവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. അടർന്നു വീഴുന്നതും പൊട്ടിത്തകർന്നതുമായ കോൺക്രീറ്റുകൾ, തുരുമ്പെടുത്ത കമ്പികൾ, ചപ്പുചവറുകൾ കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന മുറികൾ. കൽക്കൂന്തൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥയാണിത്. തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം പഞ്ചായത്തിലെ കൽക്കൂന്തൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് ഈ ദുരവസ്ഥ.
ഇത് നിരവധി യാത്രക്കാർ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്താണ് പോകുന്നത്. തൊട്ടടുത്ത് പോളിയുണ്ട്, പോളിയിലെ കുട്ടികൾ ഇവിടെ വന്ന് പോകുന്നു. സ്കൂളിൽ പോകാനുള്ള ഉടുമ്പൻചോല ഇങ്ങോട്ട് പോകാനുള്ള കുട്ടികൾ ഇവിടെ വന്ന് പോകുന്നു. എങ്ങോട്ട് പോകേണ്ട കുട്ടികൾ ഇവിടെ വന്ന കുട്ടികളും മറ്റുള്ള യാത്രക്കാരും എല്ലാം ഇവിടെ വന്ന് നിന്നാണ് പോകുന്നത്. എന്നാലും ഇതിനൊരു പരിഹാരം ഇതുവരെയും കണ്ടിട്ടില്ല. മൊത്തം പൊട്ടിപ്പോയി. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഓരോ പീസുകൾ ഇങ്ങനെ അടന്നു വീണുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ഈ നാട്ടുകാർ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ എന്നും പറയുന്നത് തന്നെയാണ്. അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കുറേ വർഷങ്ങളായി യാത്രക്കാർ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഭയന്ന് വിറച്ചാണ് പ്രവേശിക്കാറ്. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഏത് സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. വർഷങ്ങളായി കാത്തിരിപ്പ് കേന്ദ്രത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തുകയോ യാത്രക്കാർ കയറിയിരിക്കുന്ന മുറികൾ ആരും വൃത്തിയാക്കുകയോ ചെയ്യുന്നില്ല. റോഡിലൂടെ നടന്നു പോകുന്ന യാത്രക്കാർക്കും സമീപത്ത് താമസിക്കുന്ന വീട്ടുകാർക്കും വ്യാപാരികൾക്ക് പോലും അസഹനീയമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ടോ നിർമ്മാണത്തിലെ പിഴവ് കൊണ്ടോ മേൽക്കൂരയിലെ കോൺക്രീറ്റുകൾ അടർന്നു വീഴുകയാണ്. കോൺക്രീറ്റുകൾ ഇളകി തുരുമ്പെടുത്ത കമ്പികൾ തെളിഞ്ഞു നിൽക്കുകയാണ്. പല ദിവസങ്ങളിലും കോൺക്രീറ്റുകൾ അടർന്ന് കൊച്ചുകുട്ടികളടക്കം പലരുടെയും ദേഹത്ത് വീണിട്ടുണ്ട്. യാത്രക്കാർക്ക് ഇരിക്കാനായി നിർമ്മിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിലെ കോൺക്രീറ്റുകൾ എല്ലാം പൊട്ടിത്തകർന്ന തുരുമ്പെടുത്ത കമ്പികൾ ഉയർന്നും തെളിഞ്ഞും നിൽക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും പഞ്ചായത്ത് ഭരണസമിതി മൗനത്തിലാണ്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. നായർ സർവീസ് സൊസൈറ്റി കട്ടപ്പന സബ് കോടതിയിൽ കൊടുത്തിരുന്ന റിവ്യൂ പെറ്റീഷൻ തള്ളി ഉത്തരവായി. ഹൈറേഞ്ച് താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള 21 കരയോഗങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പുകൾ നടത്തി കൊടുക്കുന്നില്ല എന്ന പരാതിയിൽ കട്ടപ്പന സബ് കോടതി 6 മാസത്തിനകം കരയോഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ഓഡിറ്റിംഗും നടത്തി കൊടുക്കുവാൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിനെതിരായി നായർ സർവീസ് സൊസൈറ്റി കട്ടപ്പന സബ് കോടതിയിൽ നൽകിയിരുന്ന റിവ്യൂ പെറ്റീഷനാണ് തള്ളിയതായി കോടതി ഉത്തരവുണ്ടായത്. കരയോഗ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള ഉത്തരവാദിത്തം NSS രജിസ്ട്രാർക്കും യൂണിയൻ സെക്രട്ടറിക്കുമാണെന്ന് മാർച്ച് 2025 ഉത്തരവിലൂടെ കോടതി പ്രഖ്യാപിക്കുകയും 6 മാസത്തിനകം കരയോഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ഓഡിറ്റിംഗും നടത്തിക്കൊടുക്കുവാൻ കോടതി ഉത്തരവിലൂടെ NSS രജിസ്ട്രാർക്കും യൂണിയൻ സെക്രട്ടറിക്കും ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവിനെതിരായി നായർ സർവീസ് സൊസൈറ്റി കട്ടപ്പന സബ് കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകിയിരുന്നു. ഈ പെറ്റീഷനാണ് തള്ളിയതായി ഈ മാസം 21 കട്ടപ്പന സബ് കോടതി വിധി പുറപ്പെടുവിച്ചത്. കോടതിയുടെ ആദ്യത്തെ ഉത്തരവ് നിയമാവലി അനുസരിച്ച് പൂർണ്ണമായും ശരിയാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ റിവ്യൂ പെറ്റീഷൻ കോടതി തള്ളുകയും ചെയ്തു. ഇതാണ് ആദ്യത്തെ ഉത്തരവ്. ഇതാണ് രണ്ടാമത്തെ റിവ്യൂ പെറ്റീഷൻ തള്ളിക്കൊണ്ടുള്ള സബ് കോടതിയുടെ ഉത്തരവ്. ഇന്നലെ NSSന്റെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ റിട്ട് കൊടുക്കുമെന്നാണ്. കട്ടപ്പന കോടതിയുടെ ഈ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിലൂടെ NSSന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ നഷ്ടമോ ഉണ്ടാക്കുന്നതല്ല ആ ഉത്തരവുകൾ. മറിച്ച് താഴെത്തട്ടിലെ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തിൻ്റെ ശക്തി പകർന്നുകൊണ്ട് ജനാധിപത്യ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പുകൾ ശക്തമായി നടത്തുന്നതിലൂടെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ടും വളരെയധികം സാമ്പത്തിക ബാധ്യതയും ഒത്തിരി ആളുകളുടെ സമയനഷ്ടവും ഒക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും വീണ്ടും നിയമയുദ്ധവുമായി NSSന്റെ മുൻപോട്ട് പോകുവാനുള്ള തീരുമാനം ഹൈറേഞ്ചിലെ നായർ സമുദായ അംഗങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ. കരയോഗ തെരഞ്ഞെടുപ്പുകൾ നടത്താതെ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ പുറത്താക്കാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി NSS സ്വീകരിച്ചിരുന്ന കുറുക്കുവഴിയാണ് ഈ ഉത്തരവിലൂടെ കോടതി അടച്ചതെന്നും ഇത് NSS നേതൃത്വത്തിനേറ്റ കടുത്ത പ്രഹരമാണെന്നും ഈ ഉത്തരവ് സംഘടനയ്ക്ക് ദൂരവ്യാപകമായ പ്രയോജനങ്ങൾ ചെയ്യുന്നതാണെന്നും യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കിയുടെ മഴക്കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നിറഞ്ഞു തുളുമ്പുന്ന ജലാശയങ്ങളും മൺസൂൺ മഴയിൽ സമൃദ്ധമാകുന്ന ജലപാതങ്ങളും ഒക്കെ ചേർന്ന മനോഹര കാഴ്ചകൾ. അത്തരമൊരു മനോഹര കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ. തുള്ളിക്കൊരുകുടം കണക്കെ പെയ്തു വീഴുന്ന പെരുമഴ തോരുമ്പോൾ ഇടുക്കിയുടെ ഗ്രാമീണ പാതകളിലൂടെ വെറുതെ പോകണം. തൂവൽ വെള്ളച്ചാട്ടം പോലെ മൺസൂൺ മഴയിൽ പ്രകൃതി ഒരുക്കുന്ന നിരവധി കാഴ്ചകളുണ്ട് ഓരോ ഗ്രാമത്തിലും. പാറക്കെട്ടുകളിലൂടെ ചിന്നിച്ചിതറി താഴേക്ക് പതിക്കുന്ന ജലപാതം. മുകൾ ഭാഗത്തു നിന്നും താഴെ നിന്നും തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനാവും. മുകളിൽ നിന്ന് ദൂരേക്ക് ആർത്തൊഴുകുന്ന അരുവിയുടെ കാഴ്ച ലഭ്യമാകുമ്പോൾ താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ എല്ലാ രൗദ്രതയും അടുത്തറിയാം. ശാന്തമായി ഒഴുകുന്ന ചെറു അരുവി പെട്ടെന്ന് രൗദ്രഭാവം പോകുന്ന കാഴ്ച. ചെങ്കുത്തായ പാറക്കെട്ടിനെ കീഴടക്കി ആർത്തുല്ലസിച്ച് പതിക്കുന്ന ജലഗണങ്ങൾ. കാഴ്ചയ്ക്ക് അതിമനോഹരമെങ്കിലും നിരവധി അപകട സാധ്യതകളുള്ള പ്രദേശമാണ് തൂവൽ.
കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നവർ സാഹസികതയ്ക്ക് മുതിരരുതെന്ന് നാട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ അത്യാവശ്യം നടന്നു പോകാനുള്ളൊരു ചെറിയ കൈപ്പിടിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള സർക്കാർ ലെവലിൽ ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടൂറിസ്റ്റുകൾ അവധി ദിവസങ്ങളിൽ മാത്രമേ ടൂറിസ്റ്റുകൾ കൂടുതൽ വരാറുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ കുറച്ച് ആൾക്കാർ വരാറുണ്ട്. അത് വലിയ പ്രശ്നമില്ലാതെ വരുന്നു പോകുന്നു. അത് അതിനേക്കാളപ്പുറത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് ഞാൻ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. അതെന്റെ സ്വന്തം റിസ്ക് വെച്ചിട്ടുണ്ട്. ഞാനത് മൊത്തത്തിൽ കവർ ചെയ്ത് വെച്ചിട്ട് എന്റെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടത് ഏറ്റവും അടുത്ത് നടക്കുന്ന വീട്ടാണ്. അപ്പോൾ വലിയ ശല്യമില്ല, വലിയ പ്രശ്നമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ചെയ്യാനുള്ള ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചെറിയ വാരിക്കാടിൽ വെച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം പോകില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഴ വൈബ് തേടി ഇടുക്കിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തൂവൽ വെള്ളച്ചാട്ടവും ഉൾപ്പെടുത്താം. സഹ്യന്റെ മടിത്തട്ടിലെ ഏറ്റവും മനോഹരമായ ജലപാതങ്ങളിൽ ഒന്നിന്റെ കാഴ്ചകളാണ് തൂവൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. കോതമംഗലം താലൂക്കിലെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിതർക്കായി സംസ്ഥാന സർക്കാരിന്റെ മനസ്സോടെ ഇത്തിരി മണ്ണ് എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രവാസി വ്യവസായിയും നെല്ലിക്കുഴി സ്വദേശിയുമായ സമീർ പൂക്കുഴി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന് ചെറുവട്ടൂർ ആശാൻപടിയിൽ വാങ്ങി നൽകിയ 42 സെന്റ് സ്ഥലത്ത് പഞ്ചായത്തിലെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് വേണ്ടി സമീർ പൂക്കുഴി തന്നെ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ NSK ഉമേഷ്, സമീർ പൂക്കുഴി എന്നിവർ മുഖ്യാതിഥികളായി. FIT ചെയർമാൻ R അനിൽകുമാർ, MBA ചെയർമാൻ EK ശിവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB ജമാൽ, ഏണസ്റ്റ് ലൈഫ് കോർഡിനേറ്റർ S അൻവർ ഹുസൈൻ, വാർഡ് മെമ്പർമാരായ TM അബ്ദുൾ അസീസ്, KK നാസർ, അരുൺ C ഗോവിന്ദൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം KM പരീദ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സഹീർ കോട്ടപ്പറമ്പിൽ, PK രാജേഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ സ്വാഗതവും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി EM അസീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ദോഹ ഫ്ലോറൽ ബൊക്കറ്റ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. റെന്റൽ ബ്രൈഡൽ ഓർണമെന്റ്സ്, ബ്രൈഡൽ ബൊക്കറ്റ്, കാർ ബ്രൊക്കറ്റ്, കസ്റ്റമൈസ്ഡ് ബ്രൊക്കറ്റ്, സാരി ട്രേ, വെഡ്ഡിംഗ് സൂട്ട്, വെഡ്ഡിംഗ് ഗൗൺ എന്നിവയുടെ വ്യത്യസ്തമായ ശേഖരമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തർണിയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിലെ അതുല്യ നിമിഷങ്ങൾക്ക് കാൽപ്പനികതയുടെ നിറച്ചാർത്ത് നൽകിയും വിവാഹ സങ്കല്പങ്ങൾക്ക് പ്രൗഢിയുടെ ആഭരണച്ചാർത്ത് ഒരുക്കിക്കൊണ്ട് ദോഹ ഫ്ലോറൽ ബൊക്കറ്റ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം കളരിക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. റെന്റൽ ബ്രൈഡൽ ഓർണമെന്റ്സ്, ബ്രൈഡൽ ബൊക്കറ്റ്, കാർ ബൊക്കറ്റ്, കസ്റ്റമൈസ്ഡ് ബൊക്കറ്റ്, വെഡ്ഡിംഗ് സ്യൂട്ട്, വെഡ്ഡിംഗ് ഗൗൺ, സാരി ട്രേ എന്നിവയുടെ വ്യത്യസ്തമായ ശേഖരണമാണ് റെന്റലായി സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാരേജിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും റെൻ്റലായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് തൊടുപുഴയിൽ. ഇത് തൊടുപുഴയിൽ മറ്റൊരു സ്ഥാപനം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ നേരത്തെ തന്നെ 2 സ്ഥാപനം ഇവർ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ സഹോദര സ്ഥാപനമാണ്. ഇത് നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ജോസ് മഠത്തിൽ ഓർണമെന്റ്സ് കളക്ഷന്റെ ഉദ്ഘാടനവും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് കളരിക്കൽ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. എല്ലാവിധ ആശംസയും നേർന്നു.
കഴിഞ്ഞ 18 വർഷമായി ബ്രൈഡൽ, ഗ്രൂം മേക്കപ്പ്, ബ്യൂട്ടി സൊല്യൂഷൻസ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ദോഹ ബ്യൂട്ടി ക്ലിനിക്കിന്റെ സഹോദര സ്ഥാപനമാണ് ദോഹ ഫ്ലോറൽ ബൊക്കറ്റ്. വിവാഹ സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കി എല്ലാവിധം ആളുകൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലുള്ള വ്യത്യസ്തമായ കളക്ഷനാണ് ദോഹ ഫ്ലോറൽ ബൊക്കറ്റ് തൊടുപുഴയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ക്യാഷ്വൽ ആൻഡ് പാർട്ടിവെയർ ഓർണമെന്റ്സും റെന്റലായി സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. പുതിയ സ്ഥാപനമായ ഞങ്ങളുടെ ദോഹ ഫ്ലോറൽ ബക്കറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം ഞങ്ങൾ പുതിയതായിട്ട് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും, വിശിഷ്ടാതിഥികളായ ഞങ്ങളുടെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അതുപോലെ ഭാരവാഹികൾ സംബന്ധിക്കുന്ന മറ്റുള്ള വ്യക്തികൾ എല്ലാവരും ഇവിടെ പങ്കുചേർന്നതിൽ വളരെ സന്തോഷം അവർക്ക് അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ബ്രൈഡിന് വേണ്ട എല്ലാ സേവനങ്ങളും ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ആഭരണങ്ങൾ, ബൊക്ക, അതുപോലെ തന്നെ മറ്റുള്ള ബക്കറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാർ ബൊക്ക, അങ്ങനെയുള്ള എല്ലാ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മിതമായ നിരക്കിൽ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. ഞങ്ങളുടെ 5 സ്ഥാപനങ്ങൾ, ഇതിനു മുമ്പുള്ള 5 സ്ഥാപനങ്ങളും ഇതിനോട് ചേർന്നാണ് ഇപ്പോൾ ഈ 6ാമത് ഈ സ്ഥാപനത്തോടെ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. നാളെ വരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ മഹത് വ്യക്തികളുടെയും പ്രത്യേകം ഞങ്ങൾ ഈ മുഹൂർത്തത്തിൽ ഞങ്ങൾ അവരെ ഓർമ്മിക്കുന്നു. വെറൈറ്റി ഫർണിച്ചർ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഓഗസ്റ്റ് 1 പ്രവർത്തനം ആരംഭിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 15,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 5 പേർക്ക് ദിവാൻ കോട്ട് ഫ്രീ ആയി നൽകും. വെറൈറ്റി ഫർണിച്ചർ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഓഗസ്റ്റ് 1 പ്രവർത്തനം ആരംഭിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 15,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 5 പേർക്ക് ദിവാൻ കോട്ട് ഫ്രീ ആയി നൽകും. 10% മുതൽ 50% വരെ വിലക്കുറവ് ഇവിടെ ഉണ്ടായിരിക്കും. ഓണം മെഗാ ഓഫറും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. 12,350 രൂപയുടെ തടിക്കട്ടിൽ 6,900 രൂപയ്ക്കും 8,200 രൂപയുടെ ദിവാൻ കോട്ട് 4,900 രൂപയ്ക്കും 12,350 രൂപയുടെ 2 പില്ലോയും ബെഡും ഉൾപ്പെടെയുള്ള കട്ടിൽ 7,900 രൂപയ്ക്കും ഡബിൾ ഡോർ കബോർഡ് 5,900 രൂപയ്ക്കും കോർണർ സെറ്റി 13,900 രൂപയ്ക്കും തേക്കിന്റെ ടീപ്പോയ് 2,300 രൂപ മുതലും തടിയുടെ 6 കസേര ഉൾപ്പെടെയുള്ള ഡൈനിങ് ടേബിൾ 19,900 രൂപയ്ക്കും സ്പ്രിംഗ് ബെഡ് 7,900 രൂപ മുതലും സാദാ ബെഡ് 2,900 രൂപ മുതലും 3 ഡോർ അലമാര 5 വർഷം വാറണ്ടിയോടെ 990 രൂപ മുതലും തടിയുടെ സെറ്റി 14,900 രൂപ മുതലും ഇവിടെ ലഭ്യമാണ്. 60,000 രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു ദിവാൻ കോട്ട് സൗജന്യമായി ലഭിക്കും. വെറൈറ്റി ഫർണിച്ചർമാർ ഒരുക്കുന്ന തൊടുപുഴ ഫർണിച്ചർ മഹോത്സവം 1/8/2025 മുതൽ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ദീപക് സാർ ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മളിവിടെ തൊടുപുഴ ഒരു മഹാമേള കഴിഞ്ഞ 2017 വന്ന് നല്ലൊരു വിജയം കൈവരിച്ചതാണ്.
അതിനുശേഷം നമ്മൾ കൊറോണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2025 ഇവിടെയുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഫർണിച്ചറുകൾ ലഭ്യമാക്കുക എന്നുള്ള രീതിയിൽ ബന്ധിച്ച ഓഫറുമായി വന്നതാണ് നമുക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഓണത്തോട് പ്രമാണിച്ച് നമ്മൾ വെറൈറ്റി ഫർണിച്ചർ മാർട്ടും ഒരുക്കുന്ന ഈ മഹാമേള നിങ്ങളെല്ലാവരും വന്ന് സന്ദർശിക്കണം. അതിലെ വിലക്കുറവ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ ഒരു ഓഫർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യം 15,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന 5 ആളുകൾക്ക് 7,000 അല്ലെങ്കിൽ 8,000 രൂപ വില വരുന്ന ഒരു ദിവാങ്കോട്ട് ദിവസം സൗജന്യമായി നൽകുന്നു. അതിനുശേഷം നമ്മൾ 20,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന 5 പേർക്ക് വീണ്ടും നമ്മൾ 7,000 അല്ലെങ്കിൽ 8,000 രൂപ വില വരുന്ന ദിവാങ്കോട്ട് 5 പേർക്കും കൂടി സൗജന്യമായി നൽകുകയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഡബിൾ ഡോർ അലമാരകൾ വിപണിയിൽ 8,900 10,900 ഒക്കെ ഓരോ വില 5,900 മുതൽ നമ്മൾ ലഭ്യമാകുന്നുണ്ട്. 3 ഡോർ അലമാരകൾ 8,900 9,900 ഈ വിലയിൽ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ കോർണർ സെറ്റുകൾ വീട്ടിൽ പണി തീർത്ത കോർണർ സെറ്റുകൾ 5 വർഷം ഗ്യാരണ്ടിയോട് കൂടി തന്നെ നമ്മൾ 13,900 ഇവിടെ നൽകപ്പെടുകയാണ്. എല്ലാ സാധനം ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. എല്ലാ മേഖലകളിലും വിദേശ മേഖലകളാണെങ്കിലും അല്ലെങ്കിൽ ഏതെല്ലാം നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള പല സ്റ്റേറ്റുകളിൽ നിന്ന് പണിതെടുത്ത ഫർണിച്ചറുകൾ എല്ലാവിധ ഫർണിച്ചറുകളും വുഡ് ഫൈബർ എല്ലാ ഫർണിച്ചറും ഇവിടെ ലഭ്യമാണ്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ ഏകദേശം ഒരു 40 ദിവസമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഫർണിച്ചർ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മഹാമേള. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും നല്ല രീതിയിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടിയ ഈ വിലക്കുറവ് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പുതിയ വീട് വെച്ച് നമ്മുടെ ഓണം വരുവാണ്. ചിങ്ങം 1 മുതൽ ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് കുടിയേറാനായി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും നമ്മുടെ ഷോറൂം ഒന്ന് നിങ്ങൾ സന്ദർശിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും അതിൽ നല്ല രീതിയിലുള്ള ലാഭകരമുണ്ട്. അതുപോലെ തന്നെ 60,000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും നമ്മൾ 7,000 രൂപ വില വരുന്ന ഒന്നല്ലെങ്കിൽ കട്ടിൽ ഇല്ലെങ്കിൽ ദിവാങ്കോട്ട് തികച്ചും സൗജന്യമായി നൽകുന്നു. അതുപോലെ തന്നെ EMI ബജാജ് ക്രെഡിറ്റ് കാർഡ് EMI ഇതെല്ലാം ഇവിടെ അവൈലബിളാണ്. എല്ലാം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. ഏതായാലും ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾ വന്ന് സന്ദർശിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൊടുപുഴ മഹോത്സവം ഫർണിച്ചർ ഫെസ്റ്റ് 2025 ഓണം മെഗാ ഓഫർ 10% മുതൽ 50% വരെ ഡിസ്കൗണ്ട്. ബെഡ്റൂം സെറ്റ് 19,900 രൂപ മുതൽ. കോർണർ സെറ്റ് 13,900 രൂപ മുതൽ. 6x4 കട്ടിൽ 6,900 രൂപ മുതൽ. കട്ടിൽ ബെഡ് പില്ലോ 7,900 രൂപ മുതൽ. 60,000 രൂപയുടെ പർച്ചേസിന് ഒരു ദിവാൻകോട്ട് ഫ്രീ. ഡൈനിങ് ടേബിൾ ചെയർ 19,900 രൂപ മുതൽ. വുഡ് സെറ്റ് 14,900 രൂപ മുതൽ. ഡബിൾ ഡോർ അലമാരകൾ 5,900 രൂപ മുതൽ. 9,900 രൂപ മുതൽ. ദിവാൻകോട്ട് 4,900 രൂപ. 6x4 ബെഡ് 2,900 രൂപ. ടീപ്പോയകൾ 2,300 രൂപ മുതൽ. ബജാജ് ഫിൻസർ 0% ഇൻട്രസ്റ്റ്. ഫർണിച്ചർ ഫെസ്റ്റ് 2025 ഗാന്ധി സ്ക്വയർ തൊടുപുഴ. ബ്രാഞ്ചുകൾ പുഴക്കരം മൈതാനം പാല, കാട്ടാച്ചിറ, കിടങ്ങൂർ. പോളിടെക്നിക് പഠനത്തിന് അർഹത ഉണ്ടായിട്ടും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി പൈനാവ് IHRD മോഡൽ പോളിടെക്നിക് കോളേജ്. അപേക്ഷ സമർപ്പിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്തവർക്കും നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും അവസരമൊരുക്കിയിരിക്കുകയാണ് ഇവിടെ. 10ാം ക്ലാസ് പാസ്സായവർക്ക് 6 സെമസ്റ്ററുകളായി 3 വർഷ ഡിപ്ലോമ കോഴ്സുകളും +2 സയൻസ് ITI VHSE പാസ്സായ കുട്ടികൾക്ക് 2ാം വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രി നേരിട്ട് പ്രവേശനം നേടി ഡിപ്ലോമ കരസ്ഥമാക്കുവാനാണ് അവസരമെന്ന് പ്രിൻസിപ്പാൾ സുവി CK വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1997 മുതൽ പ്രവർത്തനം ആരംഭിച്ച ഇടുക്കി പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജ് പഠന മികവിൽ ഇടുക്കി ജില്ലയിലെ 1ാം സ്ഥാനത്തുള്ള പ്രധാന ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ കലാലയമാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നീ 5 ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെയുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന 2 ബ്രാഞ്ചിന് പകരം അഡീഷണലായിട്ട് ചേർത്തിരിക്കുന്ന ബ്രാഞ്ചുകളാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ എല്ലാ ബ്രാഞ്ചുകളിലേക്കുമുള്ള 1ാം വർഷ കുട്ടികളുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് തുടരുകയാണ്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 1-ാം തീയതി വരെയാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. അതുപോലെ തന്നെ 2ാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രിയിലേക്കുള്ള അഡ്മിഷൻസും തുടരുകയാണ്. നമ്മുടെ കോളേജിലെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് വഴി കേരള സർക്കാർ തീരുമാനിച്ചതുപോലെ തന്നെ
ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കിട്ടുന്നത് വഴി കുട്ടികൾക്ക് ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഡിവിഷൻ എന്ന് പറയുന്ന ഡിവിഷനിലൂടെ തന്നെ കുട്ടികൾക്ക് ഏൺ ബൈ ലേൺ, പഠിക്കുന്നതിലൂടെ തന്നെ ഏണിങ്സ് കരസ്ഥമാക്കാനായിട്ടുള്ളൊരു അവസരം എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾ ഇതുവഴി അവർക്കൊരു പോക്കറ്റ് മണി സംഭരിക്കാനുള്ളൊരു ചാൻസും കൂടെ കിട്ടുകയാണ്. അടുത്തത് NSS എന്ന് പറയുന്നു, നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് അവർക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡിലുള്ള അവരുടെ സർവീസുകൾ മെച്ചപ്പെടുത്താനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നു. കുട്ടികളെ കൂടുതൽ സോഷ്യലി റെസ്പോൺസിബിളായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് മാറ്റുന്നു. അവരുടെ ലീഡർഷിപ്പ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് കേരള ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാവിധ സ്കോളർഷിപ്പുകളും നമ്മുടെ സ്ഥാപനത്തെ, നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. SC/SC സ്റ്റുഡൻസിനുള്ള ഗ്രാൻറ്റ്സ്, അതുപോലെ തന്നെ സ്നേഹപൂർവ്വം പദ്ധതി, ഫിഷറീസ് സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. ഇതുകൂടാതെ തന്നെ കുട്ടികളെ ജോലിക്ക് വേണ്ടിയിട്ട് സജ്ജീകരിക്കാനായിട്ടുള്ള കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കോളേജിലുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടി വരുന്ന ട്രെയിനിങ്, ഇൻ്റർവ്യൂ സ്കിൽസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ടെക്നിക്കൽ ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ്, ED ക്ലബ്ബ് എന്നുള്ളതെല്ലാം തന്നെ കോളേജിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. പുതിയ കരിക്കുലം പ്രകാരം എല്ലാ 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും സ്റ്റൈപ്പൻഡോടുകൂടി ഇന്റേൺഷിപ്പ് ലഭിക്കുന്നു. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് സെൽ, കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് ട്രെയിനിംഗ് എന്നീ മേഖലകളിൽ പ്രത്യേകം പരിശീലനം, പഠനശേഷം നിരവധി പ്രശസ്ത കമ്പനികളിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി, ഇവ ഈ സ്ഥാപനത്തിന്റെ സവിശേഷതകളാണ്. SC, ST, OBC, OEC വിഭാഗത്തിലുള്ളവർക്ക് നിയമാനുസൃതമായ ഫീസ് ഇളവ്, മറ്റർഹമായ ആനുകൂല്യങ്ങൾ എന്നിവ ലഭ്യമാണ്. പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർ താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 8547005084 8281 423081. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫാസിസം ശീലിക്കുകയും അതൊരു അടിമത്തമായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ ചെയ്യുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കും മറ്റു ജില്ലാ കേന്ദ്രങ്ങളിലേക്കും അധ്യാപകർ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച നടപടിക്കെതിരെ കേരള കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാല തിരിതെളിക്കൽ നടത്തി. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. BJP കുമാരമംഗലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഏഴല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് PP സാനു ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU ബ്രാഞ്ച് സമ്മേളനം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം BT മധു യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.